പെയ്തോണ്ട് നിൽക്കുന്നുണ്ട്. ഞാൻ ഒരു സ്ഥലത്തേക്ക് പോവാം. മഴ പെയ്താല് കാണേണ്ട ഒരു സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. വേനൽക്കാലത്ത് അവിടെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോ കാണേണ്ട കാഴ്ച ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പൊ ഈ മഴ പെയ്യുമ്പം അവിടെ എന്തായാലും കാഴ്ചകൾ ഉണ്ടാവുന്നുള്ള രീതിയിലാണ് പോകുന്നത്. അപ്പൊ എന്താണ് അവസ്ഥ എന്ന് പറയാൻ പറ്റില്ല. നമുക്ക് നോക്കാം എന്താ കാര്യം. നാഷണൽ ഹൈവേ പണി നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ്. ഇതെല്ലാം കാണുമ്പോൾ പേടിയാവൂല്ലേ? ചില സ്ഥലത്ത് ഇത് പൊട്ടി വീണെന്നെല്ലാം കേൾക്കുന്നത്. പക്ഷെ ഇതെല്ലാം നമ്മളെ വേനൽക്കാലത്ത് തന്നെ നല്ല ഉറപ്പിച്ച് ചെയ്ത സ്ഥലം. ഇത് നമ്മുടെ കീച്ചേരി, പാപ്പച്ചേരി, കീച്ചേരി നാഷണൽ ഹൈവേ തളിപ്പറമ്പിലേക്ക് പോകുന്ന വഴി കീച്ചേരിയാന്ന് എത്തും. നല്ല ഒരു ഭാഗത്ത് നിങ്ങൾ നോക്കിയാൽ നല്ല വയല് കേട്ടാ, വയല് കണ്ട. കല്യാശ്ശേരി, അതാ അങ്ങേ ഭാഗം നോക്കിയാൽ അങ്ങേ ഭാഗം ആ ബിൽഡിംഗ് കേട്ടാ. ഇവിടെയാണ് ടോൾ ബൂത്ത് പിന്നെ വരാൻ പോകുന്നത്. നമ്മുടെ നാഷണൽ ഹൈവേ ഇപ്പൊ കംപ്ലീറ്റ് ആയാല് ഈ ഏരിയയിലാണ് ടോൾ ബൂത്ത് വരാൻ പോകുന്നത്. അതാണ് ഇവിടെ കംപ്ലീറ്റ് കോൺക്രീറ്റ് ആണ്. റോഡ് കംപ്ലീറ്റ് കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ നല്ല വീതിയുണ്ട് റോഡിന്. ഇതിപ്പോ സബ്സ്റ്റേഷൻ, മാങ്ങാട് സബ്സ്റ്റേഷനാണ്. 110 kV സബ്സ്റ്റേഷൻ. എന്റെ നാട്ടിലേക്കെല്ലാം പണ്ട് ഇവിടുന്നായിരുന്നു വൈദ്യുതി കൊടുത്തോണ്ടിരുന്നത്. പിന്നെ അത് പുതിയൊരു സബ്സ്റ്റേഷൻ വന്ന് അങ്ങോട്ടേക്ക് മാറ്റി. ഇപ്പൊ ഇത് കഴിഞ്ഞ ഉടനെയാണ് നമ്മുടെ കെൽട്രോൺ കോംപ്ലക്സ് ആണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ റോഡിന്റെ ഇവിടെയുള്ള ഏറ്റവും വലിയൊരു തമാശ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇവിടെ ഒരു ജംഗ്ഷൻ ആയിരുന്നു ഇങ്ങേ ഭാഗം. അപ്പോ ഇത് ഇവിടുന്ന് തളിപ്പറമ്പെന്ന്, പറശ്ശിനി ഭാഗത്തു നിന്നും തളിപ്പറമ്പെന്ന് ടൗണിൽ നിന്നും വരുന്ന ബസ്സുകൾ പോകേണ്ട ഒരു സ്ഥലമായിരുന്നു ഇത്. ഇതാണ് കെൽട്രോൺ കേട്ടോ. ഇവിടുന്ന് ഇടത്തോട്ടേക്ക് പോയാൽ, ഈ ജംഗ്ഷൻ ഇടത്തോട്ടേക്ക് പോയാൽ കണ്ണൂർ യൂണിവേഴ്സിറ്റി, പിന്നെ അങ്ങ് കണ്ണപുരം അങ്ങേക്ക് പോകുന്ന വഴിയാ. ഇവിടെ ഒരു അടിപ്പാത, ഇത് ഈ റൈറ്റ് സൈഡ് കാണിച്ച ഇവിടെ ഒരു അടിപ്പാത ഉണ്ടായിട്ടുണ്ടായിരുന്നു കണ്ട. കമ്പിയെല്ലാം കണ്ട, ഇവിടെ ഒരു അടിപ്പാത ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ പ്രധാന ജംഗ്ഷൻ ആയതുകൊണ്ട് ബസ് പിന്നെ എല്ലാം പോകുന്ന ഒരു സ്ഥലമായിരുന്നു, പോകേണ്ട ഒരു അടിപ്പാതയായിരുന്നു അത്. പക്ഷെ അതിന് പിന്നെ വീതിയും ഇല്ല, ഹൈറ്റും ഇല്ല. അതുകൊണ്ട് അത് പൊളിച്ചു മാറ്റി ഇപ്പം പുതിയ പിന്നെ അടിപ്പാത ഉണ്ടാക്കാം ബസ് പോകുന്നതിനാണ്. ഈ വഴിയാണ്ട, ഇത് ധർമ്മശാല എത്തി നമ്മള്. ധർമ്മശാല ഇതാണ് പറശ്ശിനിക്കടവ്. ലെഫ്റ്റ് സൈഡിൽ KAP 4ാം ബറ്റാലിയൻ കണ്ട. ലെഫ്റ്റ് സൈഡ് KAP നമ്മളെ പോലീസ് ട്രെയിനിങ് ക്യാമ്പാണ്, അവരെ സ്റ്റേഡിയം. അപ്പൊ ഒരു റോഡ് പണിയെടുക്കുമ്പോ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയാ. ഇവിടെ ഇപ്പം ഇത് പിന്നെ അവിടെ മേൽപ്പാലത്തിന്റെ പണി എല്ലാം കംപ്ലീറ്റ് ആയി കേട്ടാ. അതിന്റെ അപ്രോച്ച് റോഡ് കംപ്ലീറ്റ് ആവാൻ പോകുന്നു. അപ്പൊ അത് കഴിഞ്ഞേരാന്ന് മനസ്സിലാവുന്നത് പിന്നെ ഇത് ബസ് പോവാൻ പറ്റാത്ത ഒരു അണ്ടർപാസ് ആണ് നമ്മുടെ കെൽട്രോണിന്റെ മുന്നിൽ ഉണ്ടാക്കിയത്. ഒന്ന് അവസ്ഥ ആലോചിച്ച് നോക്കിയാ. അത് മൊത്തം ഇപ്പം എനിക്ക് വന്നത് സംസ്ഥാന സർക്കാരാവുന്നു. അവർക്ക് ഇപ്പൊ 4 കോടി 5 കോടി മറ്റം ഫണ്ട് ഗോവിന്ദ മാഷ് ഇടപെട്ടിട്ട് നാട്ടുകാരെല്ലാം അവിടെ സമരം ചെയ്ത്. അപ്പോ ബസ് പിന്നെ അതിലെ പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട്, അപ്പോ ഗോവിന്ദ മാഷെല്ലാം ഇടപെട്ടിട്ട് സംസ്ഥാന സർക്കാർ ഇപ്പൊ 4 കോടി 5 കോടി മറ്റം അത് പൊളിച്ച് ആടെ ഒരു അടിപ്പാത ഉണ്ടാക്കാൻ. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ. അവിടെയെല്ലാം അടിപ്പാതയെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞ് ഓട്ടോവും 2 വീലറും കാറെല്ലാം അതിലെ പോകാൻ തുടങ്ങി. അതിനുശേഷമാണ് ഈ അടിപ്പാത പൊളിച്ചിട്ട് ഇപ്പൊ പുതിയൊരു അടിപ്പാത ഉണ്ടാക്കാൻ പോകുന്നത്. ഇങ്ങനെയല്ലാന്ന് ഓരോ പ്ലാനിങ് ഇല്ലാണ്ട് ചെയ്തതിന്റെ അവസ്ഥ കാണുന്നത്. ഇപ്പൊ നാഷണൽ ഹൈവേ എല്ലാം ഉണ്ടാക്കുന്നവര്, കോൺട്രാക്ട് എടുക്കുന്നവര് അത്രയും നല്ല വർക്ക് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരായിരിക്കുമല്ലോ ചെയ്യുന്നത്. പക്ഷെ ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. അങ്ങനെയല്ലുള്ള അവസ്ഥയാ ഉള്ളത്. ഇതിപ്പം ബക്കളം എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. ബക്കളം ഒരു മെയിൻ ടൗൺ ആയിരുന്നു. ഇപ്പോ നമ്മള് ബക്കളത്തുനിന്ന് ഈ ഹൈവേ ഇവിടുന്നാണ് നമ്മൾ കീഴാറ്റൂരേക്ക് പോകുന്നത്. നാഷണൽ ഈ 6 വരി പാത ബൈപ്പാസ് കീഴാറ്റൂരേക്ക് പോകുന്നത് ഇവിടെ. ഇത് കുറ്റിക്കോൽ എന്ന് പറഞ്ഞൊരു സ്ഥലമാണ്. ഈ കീഴാറ്റൂരും ഈ നാഷണൽ ഹൈവേക്കെതിരെ സമരം നടക്കുമ്പോ ഭയങ്കര ഫേമസ് ആയ സ്ഥലമല്ലേ. അവിടെ ദേശീയ നേതാക്കളെല്ലാം വന്ന് സമരം നടത്തിയ സ്ഥലമാണ്. ഈ ലെഫ്റ്റ് സൈഡ് കണ്ട, ഇവിടുന്നാണ് ബൈപ്പാസ് കീഴാറ്റൂരേക്ക് പോകുന്നത് കണ്ട. ഇവിടെ ഇപ്പം അങ്ങനെ അധികം പണി നടക്കുന്നില്ല. ഇതാണ്
കുറ്റിക്കോലിൽ നിന്ന് കീഴാറ്റൂരേക്ക് പോകുന്ന ബൈപ്പാസിന്റെ എൻട്രി. ഇത് നമ്മളിപ്പം നേരെ കാണുന്ന സ്ഥലമാണ് കുപ്പം പാലം. കണ്ടാ, ഇത് പണ്ട് ചെറുപ്പത്തിൽ ഇതിലേ പോകുമ്പില്ലേ നമുക്കൊരു ഭയങ്കര ഒരു അത്ഭുതമാണ്. ഈ മേലെയുള്ള പാലത്തിന് കൈവരി മാത്രമല്ല ഉണ്ടാവും. ഈ പാലത്തിന്റെ കണ്ട ആർച്ച്, രണ്ട് സൈഡിൽ കണ്ട ആർച്ച്. അപ്പൊ എനക്കെല്ലാം ഇതിലേ പോകുമ്പോൾ ഭയങ്കര പിന്നെ ഇതാണ്. കണ്ട, കുപ്പമ്പുഴയിൽ ഇവിടെ ഹൗസ് ബോട്ടെല്ലാം ഉണ്ട് ഇഷ്ടം പോലെ. ഇത് മംഗലശ്ശേരി എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തേക്കാണ് നിങ്ങളിപ്പോ കാണുന്ന ഭാഗം പോകുന്നത്. കണ്ട, ഈ പാലം, പുതിയ പാലം ഇവിടെ വരാൻ പോകുന്നു. കാരണം ഭയങ്കര ബ്യൂട്ടിഫുൾ ആയ സ്ഥലമാണ്. ഏറ്റവും അധികം ആക്സിഡന്റ് നടക്കുന്ന സ്ഥലമായിരുന്നു ഈ ഹൈവേ എന്ന് പറഞ്ഞാൽ. ഈ വളവ് കണ്ട, ഇവിടെ 2-3 വളവ്, കയറ്റം, ഇറക്കം, ഒന്നും പറയണ്ട. നമ്മൾ വണ്ടി എടുത്തിട്ട് പോകുമ്പോ അല്ലെങ്കിൽ ബസ്സിൽ പോകുമ്പോ, ബസ്സെല്ലാം നല്ല ഒലഞ്ഞിട്ട് ഇതിലേ പോവാ. അപ്പോ ഭയങ്കര പേടിപ്പെടുത്തുന്ന ഒരു പിന്നെ ഏരിയ ആണ് ഇത്. ഇഷ്ടംപോലെ ആക്സിഡന്റുകൾ ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. വണ്ടി മറിഞ്ഞതും, ബസ് അടിച്ചതും, ബസ് കൊക്കയിലേക്ക് വീണതും, അങ്ങനെ കാറ് വീഴല്. കണ്ട, ബസ്സിന്റെ വരവ് കണ്ട, കണ്ട ഈ സ്ഥലമാണ്. ഈ വലത്ത് ഭാഗത്ത് കാണുന്നില്ലേ, ഇവിടുന്നാണ് ഇടിയുന്ന സംഭവങ്ങൾ തുടങ്ങിയത്. കണ്ട, ഭയങ്കര പ്രശ്നമായിട്ടില്ലേ ഇവിടെയെല്ലാം. ഇതാ ഒന്ന് താഴ്ച, ഏറ്റവും കൊല്ലി പോലത്തെ സ്ഥലം ഇത്. ഇപ്പം കണ്ട, ആ ഭാഗത്തെ അതായിരുന്നു പഴയ റോഡ്. നമ്മളതാ മേലെ കണ്ട, ഇതാ ഇവര് കെട്ടിവെച്ച സ്ഥലം കണ്ട, അതാണ് പഴയ റോഡ്. ഇതാ താഴേക്ക് നോക്കിയാ ഈ റൈറ്റ് സൈഡിൽ മൊത്തം ഇടിഞ്ഞ് വീണതാ. കണ്ട, എല്ലാം ഇവര് പിന്നെ ഒരു എന്താണ് കോൺക്രീറ്റ് നെയിലിംഗാ, അങ്ങനെ എന്തോ ഒരു സംഭവമാണ്. സോയിൽ നെയിലിംഗാ, കോൺക്രീറ്റ് നെയിലിംഗ്, അങ്ങനെ എന്തോ ആണ് പറയല്. കണ്ട, ഇത് കോൺക്രീറ്റ് പറ്റിച്ചു വെച്ചാണ്ട മേലെ, അതെല്ലാം മൊത്തം ഇടിഞ്ഞ് വീണ്. ഇപ്പൊ ഒരു മണൽച്ചാക്ക് നിരത്തിയിട്ട് ഇപ്പൊ ഒരു സംരക്ഷണ ഭിത്തി ഉണ്ടാക്കിയിട്ടാ ഉള്ളത്. ഇവിടെയെല്ലാം മേൽപ്പാലാണ്. കണ്ടാ, ഹൈറ്റില് മേൽപ്പാലാ ഉള്ളത്. കണ്ടാ, നമ്മളിപ്പോ ചുടല ബസ് സ്റ്റോപ്പിലാന്ന്. ചുടല നിൽക്കുമ്പോ നമ്മള് പേടിച്ചു പോകും അല്ലേ. ശ്മശാനം എന്നുള്ള മീനിങ് ആണ്. അപ്പൊ ഇവിടെ പണ്ടുണ്ടായിട്ടുണ്ടാവും. ഇപ്പൊ ഇത് ലെഫ്റ്റിലേക്ക് പോയാല് നാഷണൽ ഹൈവേ, ഞാൻ പറഞ്ഞ പയ്യന്നൂര്, കാസർഗോഡെല്ലാം പോകുന്ന വഴിയാണ്. നമുക്കിപ്പം പോകേണ്ട സ്ഥലം കണ്ട, ആ ബോർഡ് കണ്ട, ചുടല, മാതമംഗലം, പാണപ്പുഴ, തിരുവട്ടൂർ. നമ്മളൊരു കാഴ്ച കാണാൻ പോകുന്നല്ലേ. ഇത് നല്ല റോഡാണ് കേട്ടാ. ഇത് പണ്ട് ഞാൻ കുറേ വർഷത്തിന് മുന്നേ, എന്താന്ന് വെച്ചാൽ ഒരു 10 കൊല്ലത്തിന് മുന്നേ ഇതിലേ പോകുമ്പോന്ന് പറഞ്ഞാല് നമുക്ക് ഡ്രൈവ് ചെയ്ത് പോകാൻ വേണ്ടി ഭയങ്കര പേടിയാണ്. അങ്ങനെയുള്ള സ്ഥലമായിരുന്നു. എല്ലാം മൊത്തം കാട് മൂടി, ഒരാളുണ്ടാവില്ല, അപ്പുറം ഇപ്പുറം റബ്ബർ തോട്ടം, അങ്ങനെയെല്ലാം ഉള്ള സ്ഥലമായിരുന്നു ഈ ചുടലക്കുള്ള ഈ റോഡ്, ഈ മാതമംഗലത്തേക്ക് പോകുന്ന റോഡ്. ഇപ്പം കണ്ട, ഇപ്പം ഈ റോഡ് വന്നതിന് ശേഷം എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ തവണ നമ്മുടെ TV രാജേഷ് MLA ആയിരിക്കുന്ന സമയത്താണ് ഈ റോഡ് ഇത്രയും വികസിപ്പിച്ചത്. ഇത് നല്ല മെക്കാടം ചെയ്ത് വീതി ആക്കി. അപ്പൊ ഇപ്പം ഒരുപാട് ഇതിലെ പോകുമ്പോൾ അതിശയപ്പെടും. നമ്മള് പണ്ട് കണ്ട ഒരു പേടിപ്പെടുത്തുന്ന സ്ഥലമൊന്നുമല്ല. മൊത്തം 2 സൈഡിലും ഷോപ്പ് കുറെ വന്ന്. അപ്പൊ ഞാനിങ്ങനെ ചിന്തിക്കലുണ്ട്, ഒരു റോഡ് വന്നാലും നമ്മുടെ നാടിന് എന്ത് മാറ്റം ഉണ്ടാകുന്നല്ല ചില ആൾക്കാർ ചോദിക്കല്ലേ. ആ റോഡ് വന്നിട്ട് പിന്നെ വൻ വികസനം ഉണ്ടായ ഒരു സ്ഥലമാണ് ഈ നമ്മളീ പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥലം. കണ്ടാ, നല്ല 2 ഭാഗത്ത് ഷോപ്പുകൾ വന്ന്, ടൗണ്. ഇപ്പൊ ഈ നമ്മൾ മുമ്പിൽ കാണാൻ പോകുന്ന സെൻട്രൽ പോയിൽ എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഈ സെൻട്രൽ പോയിലെല്ലാം പണ്ട് കുറച്ച് പീടിയല്ലേ ഉണ്ടായിട്ടുള്ളൂ. ഇപ്പം നിങ്ങൾ നോക്കിയാൽ തന്നെ മനസ്സിലാവും. ഇപ്പം ഇഷ്ടംപോലെ പീടിയ, 2 സൈഡില് ഷോപ്പിംഗ് കോംപ്ലക്സ് വന്ന്. ഇതിപ്പം വെയിൽ കണ്ട, നമ്മള് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ പിന്നെ നല്ല മഴയല്ലേ. അപ്പൊ ഞാൻ പോകുന്ന സ്ഥലത്തിനെ പറ്റി ഞാൻ പറഞ്ഞു, ഞാൻ മഴയത്ത് പോകേണ്ട സ്ഥലം എന്നല്ലേ ഇങ്ങോട്ട് പറഞ്ഞേ. അപ്പൊ ഇപ്പൊ എന്ന് പറഞ്ഞാല് തളിപ്പറമ്പ് കഴിയുമ്പോന്ന് പറഞ്ഞാൽ കൊടും വെയില്. നോക്കിയ കൊടും വെയില്. അപ്പൊ പോയിട്ട് കാര്യം ഉണ്ടാവുക? പോയിട്ട് കാര്യം ഉണ്ടാവുക ഇനി? അതാ നോക്കേണ്ടത്. പാണപ്പുഴ, കാരാക്കുണ്ട്, മടംതട്ട്.
നമുക്കിനിയിപ്പോ റൈറ്റിലേക്കാണ് കൊണ്ടുവേണ്ട. സ്ഥലം മനസ്സിലായില്ലേ? കാരാക്കുണ്ട് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മൾ ഇവിടുന്ന് ലെഫ്റ്റിലേക്ക് എടുക്കുക കേട്ടാ. ഈ പറവൂര് എന്ന് പറഞ്ഞാല് നമ്മളെ VD സതീശന്റെ മണ്ഡല. പറവൂർ കാരക്കുണ്ട് റോഡ്. നമുക്ക് VD സതീശനെ കാണാൻ പറ്റുക. അപ്പൊ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും അല്ലെ എന്താ സംഭവം എന്ന്. ആ ബോർഡിൽ കണ്ട സ്ഥലത്തേക്ക് വന്നു, കാരാക്കുണ്ട് വെള്ളച്ചാട്ടം. ഈ കാരാക്കുണ്ട് വെള്ളച്ചാട്ടം ഇല്ലേ, നമ്മളിപ്പോ ആ റോഡിലേക്ക് കയറിയല്ലോ. അപ്പോൾ ആടെ നമ്മള് കഴിഞ്ഞ മാർച്ചിൽ വന്നിട്ടുണ്ടായിരുന്നു. സ്കൂള് ഞാനൊരു വ്ളോഗ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, ഒരു കാരാക്കുണ്ട് ഡോൺ ബോസ്കോ സ്കൂളിന്റെ ഒരു വ്ളോഗ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. അപ്പൊ അത് ചെയ്യുന്ന സമയത്ത് അവിടുന്ന് ടീച്ചേഴ്സ് എല്ലാം പറഞ്ഞിട്ട് നമ്മൾ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിന്റെ താഴെ ഒരു പീടിയുണ്ട്. അപ്പൊ ആ പീടിയ നമ്മൾ വെറുതെ ചോദിച്ചു, ചേട്ടാ ഇവിടെ പിന്നെ വെള്ളച്ചാട്ടം, ആ വെള്ളച്ചാട്ടം ഉണ്ട്. പിന്നെ അല്ല ഈ മാർച്ച് ആയതുകൊണ്ട് വെള്ളം, അവിടെ വെള്ളമെല്ലാം ഉണ്ട്, നിങ്ങൾ പോയിക്കോ, നല്ല സ്റ്റൈലായിട്ട് കാണാന്നെല്ലാം പറഞ്ഞിട്ട് കുറച്ച് കുറവായിരിക്കും വെള്ളം എന്ന് പറഞ്ഞ് നമ്മളവിടെ പോയി നോക്കുമ്പോ വെള്ളം പോയിട്ട് ഒന്നുമില്ല, കാടും മലയും മാത്രം, കുറെ പാറക്കെട്ടുകള്. അപ്പോ അതാ ഞാൻ പറഞ്ഞത്, ഇപ്പം നമ്മൾ വരുമ്പോ മഴയുണ്ടേനും, ഇപ്പൊ ഇവിടെ മഴയൊന്നുമില്ല. ഇനിയിപ്പം കുറച്ച് ദിവസം മഴ മാറിയെന്നുകൊണ്ട് ആ വെള്ളച്ചാട്ടത്തിന്റെ അവസ്ഥ എന്താണെന്നൊന്നും പറയാൻ പറ്റൂല. അതുകൊണ്ട് എന്തായാലും പ്രതീക്ഷയോടെ നമ്മൾ പോവുക അല്ലേ. നമ്മളെന്തായാലും എന്താ പറയാ, പിന്നെ നമ്മുടെ ആത്മവിശ്വാസം ഉണ്ടാവും അല്ലെ, നമുക്ക് എന്തായാലും വെള്ളച്ചാട്ടം കാണുന്നില്ല. പ്രതീക്ഷയാണല്ലോ നമ്മളെ ജീവിതത്തിൽ മുന്നോട്ട് നയിക്കുന്നത്. അതുകൊണ്ട് ആ ഒരു പ്രതീക്ഷയിൽ നമ്മൾ പോവുകയെന്ന്. എന്തായാലും പിന്നെ വെള്ളം ഉണ്ടാവും, വെള്ളച്ചാട്ടം ഉണ്ടാവും, എനിക്ക് ഉറപ്പാണ്. ഷൈജു എനിക്ക് ഉറപ്പാ. ഷൈജുവിനും പരിപൂർണ വിശ്വാസമുണ്ട് വെള്ളം ഉണ്ടാവും എന്നുള്ളത്. അപ്പൊ എന്തായാലും നമുക്ക് പോയി നോക്കാം കേട്ടോ. ആടെ ബാക്കി വിശേഷങ്ങൾ അതിന് ശേഷം പറയാം. ഇവിടുന്നാണ് നമ്മൾ കാരാക്കുണ്ട് വെള്ളച്ചാട്ടത്തിലേക്ക് പോകുന്നത്. നമ്മളിപ്പോൾ ഡ്രൈവ് ചെയ്ത് വരുന്ന വഴി നമ്മൾ കാണിച്ചില്ലേ, ഇവിടെ ചെറിയൊരു തട്ടുകടി സെറ്റപ്പ് എല്ലാം ഉണ്ട്. ഇനി ഇവിടുന്ന് അങ്ങോട്ടേക്കാണ് വെള്ളച്ചാട്ടത്തിലേക്ക് പോകണ്ടേ. നമുക്ക് കാണാം, വെള്ളം ഉണ്ടോയെന്നൊന്നും അറിയില്ല, മഴയൊന്നും പെയ്യുന്നില്ല. നമുക്കൊന്ന് പോയി നോക്കാം, ബാ. പോലത്തെ സ്ഥലമാണ്, റബ്ബർ അട്ടയുണ്ടാവുന്നാണ് നമ്മളെ നിരീക്ഷകൻ പറയുന്നത്. ഷൈജുവാണ് നമ്മുടെ ക്യാമറ. കേട്ടാ, നമ്മള് വന്നതിൽ നിരാശയൊന്നുമില്ല കേട്ടാ. ഇതാന്ന് ഞങ്ങ പറഞ്ഞ കാരാക്കുണ്ട് വെള്ളച്ചാട്ടം. അടിപൊളിയല്ലേ വെള്ളച്ചാട്ടം? എന്തായാലും എന്നാ ഹൈറ്റ് എന്ന് വരുന്നത്. അന്ന് വന്നിട്ട് ഇതൊന്നും കാണാൻ പറ്റിയില്ല, വേനൽക്കാലത്ത് വന്നിട്ട്. ശരിക്കും ഒരു കുടിക്കേണ്ട തയ്യാറെടുപ്പിൽ നമ്മൾ വരണം അല്ലേ. നമ്മളിപ്പോ ആ ഒരു സെറ്റപ്പിലൊന്നല്ലേ വന്നേ. ഞാൻ പറയുന്ന കേൾക്കുന്നുണ്ടോന്നും അറിയില്ല കേട്ടാ. എന്താ വെച്ചാൽ അത്ര സൗണ്ടാണ്. ഈ ഏറ്റവും മലേന്റെ മേലേന്ന് വരുന്ന വെള്ളം ഇത് കണ്ടാ. അവിടെ ഒരു കുഴല് പോലെയുണ്ട്, അതിന്റെ ഉള്ളിൽ നിന്നാണ് ഭയങ്കര ഫോഴ്സിൽ ഇങ്ങോട്ടേക്ക് വരുന്നത്. അതുകൊണ്ട് ഞാൻ പറയുന്ന കേൾക്കുന്നുണ്ടോന്നും മനസ്സിലാവില്ല.
ഇവിടെ ഇതാ കുറെ ആൾക്കാർ കുളിക്കുന്നുണ്ടാവും. അപ്പൊ വരുന്നുണ്ടെങ്കിൽ ഇതിൽ നല്ല വഴുക്കെല്ലാം ഉണ്ട് കേട്ടോ. പിന്നെ ഇവിടെ എന്ന് പറഞ്ഞാല് പിന്നെ അധികം ആഴമൊന്നുമില്ല, അതുകൊണ്ട് അങ്ങനെ വലിയ അപകടം ഉണ്ടാകുന്ന സാധ്യതയൊന്നുമില്ല. നമ്മൾ വഴുക്കി വീഴാനുള്ള പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ. കണ്ടാ അധികം ആഴമൊന്നുമില്ല. നമ്മൾ പോയാലും പിന്നെ ഞാൻ പിന്നെ ഇന്ന് കുളിക്കേണ്ട തയ്യാറെടുപ്പിലൊന്നല്ല വന്നേ. കണ്ടാ നമ്മൾ നിൽക്കുമ്പോ ഇങ്ങനെ നടന്നു പോകാൻ പറ്റും. കണ്ടാ മീന് കൊത്തുന്നുണ്ട്. ഇവിടെ ഒഴുക്കില്ലാത്ത സ്ഥലമായതുകൊണ്ട് മീനുണ്ട് ഇതിനുള്ളില്, കാലിന് കൊത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആരാക്കൊണ്ട് വെള്ളച്ചാട്ടമെല്ലാം കണ്ടിട്ട് തിരിച്ചു വരുന്ന വഴിയിൽ ഇവിടെ ഒരു ചെറിയൊരു ഷോപ്പുണ്ട്. ഇവിടെ പ്രഥമനാട്ടാ, പരിപ്പാ, നല്ല പരിപ്പ് പ്രഥമൻ. ഇത് വീട്ടിൽ നിന്ന് ഉണ്ടാക്കുന്നയാ? എന്താ നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതെത്ര ഒരു ഗ്ലാസ്സിന്? 40 റുപ്യ ഒരു ഗ്ലാസ്സിന്. ചേട്ടാ ഇത് എവിടുന്ന് വരുന്നതാണ്? ഇത് കാരക്കുണ്ട്. ആരാക്കൊണ്ട് അല്ലേ? ഇപ്പം അല്ല, വേനൽക്കാലം വരുന്ന വരും. ഇപ്പം പുറവെള്ളം വരുന്നുണ്ട്. പാറക്കെന്ന് പറയുന്നത് അതിന്റെ മേലെ പോയിട്ടുണ്ട് അങ്ങനെ. അതിന്റെ മുകളിൽ തന്നെ നമുക്കെല്ലാം കുടിവെള്ളം പോകും. ഹോസ്റ്റലേ കൂടെ പാറക്കെട്ടിന്റെ അടക്കുന്ന വരുന്നയാ. നിങ്ങള് എല്ലാ ആവശ്യത്തിന് ഈ വെള്ളം തന്നെ എടുക്കുന്നത്? നമുക്ക് കുടിക്കാനുള്ള ഉപയോഗിക്കും. വേനൽക്കാലം ഇപ്പൊ കുടിക്കൂല. ഇപ്പൊ ഇവിടെ സമയം എങ്ങനെയുണ്ടാ? ഇവിടെ 5-6 മണി വരെ, വൈകുന്നേരം 6 മണി വരെ. രാവിലെ 6 മണി വരെ ആൾക്കാരെല്ലാം വരുന്നുണ്ടാ? വരുന്നുണ്ട്. ശനി ഞായറും ഭയങ്കര ആളാണ്. ഭയങ്കര എല്ലാ ദിവസവും ഉണ്ട്, നല്ല ശനി ഞായറും കൂടുതലാണ്. ഇതില്ലേ നമ്മളെ അറേഞ്ച്മെന്റ്സ് ഒന്നും ഇല്ലാണ്ടാന്നല്ലേ വരുവാ. വെള്ളച്ചാട്ടം എങ്ങനെയാണെന്ന് അറിയില്ലല്ലോ. അപ്പൊ ഇപ്പൊ കുളിക്കേണ്ടവർക്ക് ഇതാ പുറത്തുണ്ട് കുളിച്ച് മാറ്റാൻ. ഇത് റെയിൻകോട്ട് വിൽപ്പനക്ക് വെച്ചാ? ഇതാ റെയിൻകോട്ട്. ഇതെത്ര? 100 റുപ്യന്റെ റെയിൻകോട്ട്. ഇതെത്രയാന്ന്? ഇതാ നമ്മളെ ഫേമസ് ആയ പല കളറിലുള്ള റെയിൻകോട്ട് ഉണ്ട്, തോർത്തുണ്ട്. അപ്പൊ നിങ്ങള് പിന്നെ പ്ലാനിങ് ഇല്ലാണ്ട് വന്നാലും ഇവിടുന്ന് ഈ സാധനം ഇതെല്ലാ സമയം ഉണ്ടോ? ഷോപ്പ് ഉണ്ടല്ലേ? എന്തായാലും വെള്ളച്ചാട്ടം അടിപൊളിയല്ലേ? ഞാൻ ആദ്യം പറഞ്ഞ പോലെ അവിടെ ഇത്രയധികം വെള്ളം ഉണ്ടാവുമോ എന്നൊന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. നമുക്ക് അറിയില്ലല്ലോ ഈ വെള്ളച്ചാട്ടം എങ്ങനെയാണെന്നുള്ളതൊന്നും. അപ്പോൾ അവിടെ സംസാരിച്ചപ്പോൾ പറയുന്നത് ശനി ഞായറും ഭയങ്കര തിരക്കാണ്. നമ്മളിപ്പോൾ തിരിച്ചു വരുമ്പോൾ കണ്ടില്ലേ കുറേ ഫാമിലീസ് അങ്ങോട്ട് പിന്നെ പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ശനി ഞായറും പിന്നെ ഭയങ്കര തിരക്കാന്നാണ് പിന്നെ അടിയുള്ളവർ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ പിന്നെ ഈ അവധി ദിവസങ്ങളിലും ശനി ഞായറും പിന്നെ പോയാലും കുറച്ച് കഷ്ടമായിരിക്കും. നിങ്ങൾക്ക് അവിടുന്ന് അത് ആസ്വദിക്കാൻ പറ്റില്ല. പിന്നെ ബാക്കിയുള്ള ദിവസങ്ങളിൽ പോകുമ്പോൾ എന്ന് പറഞ്ഞാൽ പിന്നെ തിരക്ക് കുറവായിരിക്കും. നമ്മളിപ്പം കണ്ടില്ല, ആകെ ഒരു ടീം മാത്രമേ ഉണ്ടായിട്ട്. നമുക്ക് നോക്കുമ്പോൾ നമ്മളെ പരിചയക്കാർ തന്നെയാണ് അവർ. തളിപ്പറമ്പുള്ള നമുക്കെല്ലാം പരിചയമുള്ള ടീം തന്നെയാണ് അവിടെ ഉണ്ടായ ആൾക്കാർ. അപ്പോൾ നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ പിന്നെ ഇങ്ങനെ പോകുന്നതായിരിക്കും നല്ലത്. എനിക്കൊന്ന് നമ്മുടെ തളിപ്പറമ്പെന്ന് ഒരു 10-12 കിലോമീറ്റർ ദൂരം ഉണ്ടാവും എന്തായാലും ഈ സ്ഥലത്തേക്ക്, ഈ കാരാക്കുണ്ട് വെള്ളച്ചാട്ടത്തിലേക്ക്. ആ റൂട്ട് വരുന്നത് തളിപ്പറമ്പെന്ന്
ചുടല വരുക. ചുടലക്കുന്ന് ഈ മാധവമംഗലം റോഡുണ്ട്. മാധവമംഗലം റോഡിൽ പോയാൽ കുറച്ച് മുന്നോട്ട് പോയാൽ അവിടുന്ന് കാരാക്കുണ്ടിലേക്ക് പോകേണ്ട വഴിയുണ്ട്. പറവൂർ റോട്ടിലാണ് ഈ ഇത് വരുന്നത്. കാരാക്കുണ്ട് പറവൂർ റോട്ടിലാണ് ഈ വെള്ളച്ചാട്ടം വരുന്നത്. അപ്പോൾ ഒരു ദിവസം നിങ്ങളെല്ലാവരും കൂടി ഒന്ന് പോയി ഫാമിലി എല്ലായിട്ട് അല്ലെങ്കിൽ ഫ്രണ്ട്സുമായി പോയി എൻജോയ് ചെയ്തിട്ട് വാ കേട്ടാ. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത വ്ളോഗിൽ കാണാം.